ഹായ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ സുധീർ കബീർ. ഞാൻ ഈ വീഡിയോ വന്നത് നമ്മുടെ മിറാക്കിൾ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ എല്ലാ വീഡിയോസും നമ്മൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അവരുടെ എല്ലാ വീഡിയോസിനും ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ വീഡിയോസിൽ ഇങ്ങനെ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ഈ 8 ജനുവരി, ഇന്ന് 8 ജനുവരിയാണ്. ഇപ്പോഴത്തെ സമയമാണ് ഇവിടെ കാണുന്നത്. ഏകദേശം 1 മണി 3 മിനിറ്റ് AM. ആ ടൈമിൽ ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഈ ഫയലുകളൊക്കെ ആ ടൈമിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനകത്ത് ഡേറ്റ് കാണാൻ പറ്റും. 2026 1/6 ആറാം തീയതി 1-ാം മാസം 2026, 5-ാം തീയതി 1-ാം മാസം 2026, 4-ാം തീയതി 1-ാം മാസം 2026, 3-ാം തീയതി 1-ാം മാസം 2026. ഓക്കെ. ഇത്രയും ഫയലുകളെ നമ്മൾ നേരെ ജെമിനിക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതാ ജെമിനിയുടെ AI സ്യൂട്ടാണിത്. അതായത് AI studio.google.com എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ ഇതിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഫയലുകൾ ഇവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. മാജിക് മൈൻഡിൻ്റെ ഈ ഫയലുകൾ, നിങ്ങൾക്ക് ആ ഫയലുകൾ ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് അദ്ദേഹം സംസാരിക്കുന്നത് തന്നെയാണോ എന്ന് കാണിച്ചു തരാം. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ എന്തൊരു കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും സമാധാനം നൽകുക, സമാധാനം വാങ്ങുക എന്ന് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം, അല്ലേ? ഇങ്ങനെ ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ളൊരു സംഭാഷണമാട്ടോ ഇതിൻ്റെ അകത്ത് പോകുന്നത്. വളരെ മനോഹരമായ, അല്ലേ? എന്നെ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ചിലർ പറയുന്നത് പോസിറ്റീവ്, ചിലർ പറയുന്നത് നെഗറ്റീവ്. ഇങ്ങനെ രണ്ടും വേണം, ബോത്ത് വേണം, പോസിറ്റീവ്, ഇങ്ങനെ സംസാരം ഇങ്ങനെ പോവുകയാണ്. ആ സംസാരമാണ് ഇതിൻ്റെ അകത്ത് ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റ്. ഓക്കെ. ഇതിൽ വേറെ ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി മിറാക്കിൾ മിഷന്റെ ഫയലുകളാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിനി ഇവിടെ ജെമിനിയോട് ചോദിക്കാൻ പോവാണ്. ദാ ഞാൻ എൻ്റെ മൈക്ക് ഓൺ ആക്കുന്നുണ്ട്. മൈക്ക് ഓൺ ആക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്കോ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൂൾ വന്നത് കാണാം. ഇത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ. ഞാൻ ഇനി സംസാരിക്കുന്നത് ഇവിടെ ടൈപ്പ് ചെയ്ത് വരാൻ തുടങ്ങും. കണ്ടോ? സംസാരിക്കുന്നത് ടൈപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ചോദിക്കാൻ പോവാണ്. ഹായ് ജെമിനി. ഹായ് ജെമിനി, ഈ കാണുന്ന ഫയലിൽ ഏതെങ്കിലും ഒരു കൾട്ടിന്റെ എന്തെങ്കിലും സാമീപ്യം കാണുന്നുണ്ടോ? ഈ ഫയലുകൾ പരിശോധിക്കുന്നതിൽ നിന്നും. ഇത് ഒരു വ്യക്തി നടത്തുന്ന ക്ലാസ്സുകളാണ്. ഇവയിൽ വ്യക്തികളെ ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയിലും, ഐസൊലേറ്റ് എന്ന് പറഞ്ഞത് ഐശ്വര്യം എന്നാണ് പറഞ്ഞത്, ഐസൊലേറ്റ് മറ്റുമുള്ള കൾട്ടിന്റെ സ്വഭാവം കാണുന്നുണ്ടോ? ഓക്കെ. നമ്മളിവിടെ വേറെ ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. ഇയാൾ നല്ലതാണോ മോശമാണോ ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല ഈ വീഡിയോയിൽ. നമ്മൾ ജസ്റ്റ് ഈ ഒരു കമാൻഡ് റൺ ചെയ്യാൻ പോവാണ്. ഈ ഫയലുകൾ കൊടുത്തിട്ടുണ്ട്. അയാൾ സംസാരിക്കുന്ന ഓഡിയോ മാത്രം കൊടുത്തുകൊണ്ട് അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ജെമിനിയോട് ചോദിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇത്രയും മാത്രം. അതായത് ഇതിൻ്റെ അകത്ത് കൾട്ട് എന്താണെന്നൊക്കെ നമ്മുടെ വീഡിയോസ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൺ ചെയ്യാൻ പോവാണേ. റൺ. അപ്പോൾ ആ ഫയലുകളെല്ലാം ഇവിടെ ലോഡ് ചെയ്തു. ജെമിനി ആ ഫയലുകൾ ലോഡ് ചെയ്തു. ആ മോഡൽ അതിനെക്കുറിച്ച് വായിക്കാൻ തുടങ്ങി. എക്സ്പാൻഡിങ് മോഡൽ തോട്ട്സ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും എന്താണ് മോഡൽ ചെയ്യുന്നതെന്ന്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് പൊട്ടൻഷ്യൽ, അങ്ങനെ അത് കംപ്ലീറ്റും. ഇതാ ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ തുടങ്ങി കേട്ടോ. നമുക്ക് റിസൾട്ട് വായിക്കാം. ഇതാണ് റിസൾട്ട്. ഓക്കെ. നൽകിയിട്ടുള്ള 4 ട്രാൻസ്ക്രിപ്റ്റുകൾ, നമ്മൾ 6-ാം തീയതി വരെ ഉള്ളതാണ് ശരിക്കും നൽകിയിരിക്കുന്നത് കേട്ടോ. നൽകിയിട്ടുള്ള 4 ട്രാൻസ്ക്രിപ്റ്റുകൾ പരിശോധിക്കുന്നതിൽ നിന്നും ഈ ക്ലാസ്സുകൾ നയിക്കുന്ന വ്യക്തിയുടെ ശൈലിയിലും ആശയങ്ങളിലും കൾട്ട് സ്വഭാവമുള്ള ചില ഘടകങ്ങളും എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. വ്യക്തികളെ ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയും മറ്റും കൾട്ട് ലക്ഷണങ്ങളും താഴെ പറയുന്ന രീതിയിൽ വിശകലനം ചെയ്യാം. കൾട്ട് ലക്ഷണങ്ങളുമായി സാമ്യമുള്ള ഘടകങ്ങൾ: യുക്തിയെ നിരാകരിക്കൽ, റിജക്ഷൻ ഓഫ് ലോജിക്, എല്ലാ ലോജിക്കുകളും വിടണം, ബുദ്ധി ഒഴിവാക്കണം എന്ന് അദ്ദേഹം പലയിടത്തും ആവർത്തിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായ ചിന്താശേഷിയെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള കഴിവിനെ ഇല്ലാതാക്കുക എന്നത് കൾട്ടുകളുടെ പ്രധാന ലക്ഷണമാണ്. പ്രത്യേകമായ രഹസ്യം അവകാശപ്പെടൽ, ഹ്യൂമൻ ടെക്നോളജി എന്ന പേരിൽ തനിക്ക് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ താൻ മാത്രം പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക സീക്രട്ട് ഉണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ലോകത്തിലെ എല്ലാ മതങ്ങളും തത്വശാസ്ത്രങ്ങളും പരാജയപ്പെട്ടുവെന്നും താൻ നൽകുന്ന ഈ അറിവ് മാത്രമേ യഥാർത്ഥ മോചനം നൽകൂ എന്നും അദ്ദേഹം പറയുന്നു.
പരമ്പരാഗത വ്യവസ്ഥകളെ തള്ളിക്കളയൽ. മതം, പുരോഹിതന്മാർ, മാസ് മീഡിയ, കുടുംബം പഠിപ്പിച്ച കാര്യങ്ങൾ എന്നിവയെല്ലാം ഒരു ട്രാപ്പ് അല്ലെങ്കിൽ ചതിക്കുഴിയാണെന്ന് അദ്ദേഹം പറയുന്നു. മറ്റുള്ളവരെല്ലാം പാലിൽ വെള്ളം ചേർത്താണ് സത്യം പറയുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇത് അനുയായികളിൽ ഒരു നമ്മൾ മാത്രം ശരി, ബാക്കിയുള്ളവരെല്ലാം തെറ്റ്, അസ് വിയസ് ദം എന്ന ചിന്താഗതി വളർത്താൻ സഹായിക്കും. ആത്മീയ ഔന്നത്യത്തിന്റെ അവകാശവാദം. ഞാനിരിക്കുന്ന ഈ സീറ്റ് അത്ര എളുപ്പമല്ല, ഇതിൽ ഇറങ്ങിയാൽ തിരിച്ചു കയറാൻ പറ്റില്ല എന്നിങ്ങനെ തന്റെ സ്ഥാനത്തെ ഗൗരവകരമായും മറ്റാർക്കും എത്തിച്ചേരാൻ കഴിയാത്ത ഒന്നായും അദ്ദേഹം ചിത്രീകരിക്കുന്നു. സന്തോഷത്തിനുള്ള കാരണമാണ് ഞാൻ എന്ന പ്രസ്താവനയും ശ്രദ്ധേയമാണ്. ഐസൊലേഷൻ, ഒറ്റപ്പെടുത്തൽ സംബന്ധിച്ച നിരീക്ഷണങ്ങൾ. ഈ ക്ലാസ്സുകളിൽ വ്യക്തമായ ശാരീരികമായ ഒറ്റപ്പെടുത്തൽ ആവശ്യപ്പെടുന്നില്ലെങ്കിലും മാനസികമായ ഒറ്റപ്പെടുത്തലിന് സാധ്യതയുള്ള ചില കാര്യങ്ങൾ കാണാം. ബന്ധങ്ങളെ അറ്റാച്ച്മെന്റ് എന്ന് വിളിക്കൽ. മാതാപിതാക്കളുടെയോ പങ്കാളികളുടെയോ സ്നേഹത്തെയും കരുതലിനെയും തടവറ എന്നും അടിമത്തമെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, മക്കളോട് തനിക്ക് സ്നേഹമുണ്ടെങ്കിലും ബന്ധനമില്ല എന്നും അവർ എന്ത് കുറ്റകൃത്യം ചെയ്താലും തന്നെ വിളിക്കരുതെന്നും അദ്ദേഹം പറയുന്നത് അങ്ങേയറ്റത്തെ ഡിറ്റാച്ച്മെന്റ് ആണ്. ഇത് കുടുംബ ബന്ധങ്ങളിൽ വൈകാരികമായ അകലം ഉണ്ടാക്കാൻ കാരണമായേക്കും. സമൂഹത്തോടുള്ള സംശയം. പുറത്തുള്ള ലോകം, മാസ് മീഡിയ, സോഷ്യൽ മീഡിയ നമ്മെ ആക്രമിക്കുകയാണെന്നും ആഗ്രഹങ്ങൾ ഉണർത്തി നമ്മെ നശിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. ഇത് അനുയായികളെ പുറം ലോകവുമായുള്ള ആശയവിനിമയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സഹായിക്കുന്നതാണ്. കൾട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി തോന്നുന്ന കാര്യങ്ങൾ. ഗുരുവാണെന്ന് നിഷേധിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഗുരുവല്ല, നിങ്ങളാണ് ഗുരു എന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് ശേഷമാണ് എന്നുള്ളത് എല്ലാവരും ഓർത്തു വെക്കണം കേട്ടോ. അനുയായികളെ തന്നെ ഗുരുക്കന്മാരായി കാണാൻ അദ്ദേഹം പ്രേരിപ്പിക്കുന്നു. ഇത് പലപ്പോഴും കൾട്ട് ലീഡർമാർ ചെയ്യാറില്ല. എങ്കിലും ഇത് ചിലപ്പോൾ ഒരു തന്ത്രവുമാകാം. കറക്റ്റ്. ഇത് ചിലപ്പോൾ ഒരു തന്ത്രവുമാകാം. ഇപ്പൊ പുതിയതായിട്ട് ഇറക്കിയ തന്ത്രമാണ്. ഓക്കെ. സൗജന്യ സേവനം. ഫീസ് ഇല്ലാതെയാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് ട്രാൻസ്ക്രിപ്റ്റിൽ പറയുന്നുണ്ട്. കൾട്ടുകൾ സാധാരണയായി സാമ്പത്തിക ചൂഷണം നടത്താറുണ്ട്. ഇവിടെ FM എന്ന് പറയുന്ന രീതിയിൽ, ഫൗണ്ടർ മെമ്പർ എന്ന രീതിയിലും അഡ്വാൻസ് എന്ന പേരിലും മറ്റുള്ള ക്ലാസ്സുകൾ വിൽക്കുന്നതും മറ്റുള്ള ക്ലാസ്സുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നും ഇതാകെ 4 ദിവസത്തെ ക്ലാസ് ആണ് കേട്ടോ. ഈ ജനുവരിക്ക് ഞാൻ എടുത്തിട്ട് പൊളിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള 4 ദിവസത്തെ ക്ലാസ്സിനെയാണ് ഞാൻ വീണ്ടും അനലൈസ് ചെയ്യുന്നത്. ശാരീരിക മോചനമല്ല ലക്ഷ്യം. വീടും കുടുംബവും ഉപേക്ഷിച്ച് ഓടിപ്പോകാൻ അദ്ദേഹം പറയുന്നില്ല. മറിച്ച് കുടുംബത്തിനുള്ളിൽ തന്നെ വൈകാരികമായ അകലം പാലിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. സംഗ്രഹം. ഈ ക്ലാസ്സുകളിൽ തീവ്രമായ മാനസിക സ്വാധീനം ചെലുത്തുന്ന രീതി കാണാം. ലോജിക് ഒഴിവാക്കുക, കുടുംബ ബന്ധങ്ങളെ വൈകാരികമായ പിടുത്തം വിടുക, മറ്റുള്ളവരെല്ലാം തെറ്റായ പാതയിലാണ് എന്നൊക്കെയുള്ള ആശയങ്ങൾ ഒരു വ്യക്തിയെ അവരുടെ സാധാരണ സാമൂഹിക ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും മാനസികമായി ഒറ്റപ്പെടുത്താൻ, അതായത് അലിനേഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഒരു അപകടകാരിയായ കൾട്ടാണോ എന്ന് തീരുമാനിക്കാൻ അനുയായികൾക്ക് അവരുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് സ്വയം തീരുമാനം എടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നും പണമോ മറ്റു സേവനങ്ങളോ ആവശ്യപ്പെടുന്നുണ്ടോ എന്നും കൂടി പരിശോധിക്കേണ്ടി വരും. എങ്കിലും ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ഭാഷയും യുക്തിയെ തള്ളിക്കളയാനുള്ള ആഹ്വാനവും ജാഗ്രതയോടെ കാണേണ്ടതാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു കൾട്ടാണെന്നാണ്. ഇനി നമുക്ക് ആകെ നമ്മൾ 4 ഫയലിനെയാണ് കൊടുത്തത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. കഴിഞ്ഞ കുറച്ച് പഴയ ഫയലുകൾ, അതായത് 12/9, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം 12/9, ഇത് 9 മാസം തൊട്ടുള്ള ഫയലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. 138 മുതൽ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് റാൻഡം ആയിട്ട് ഒരു 5 ഇത്രയും ഫയലുകൾ കൂടി കൊടുക്കാം. ഇതിപ്പോ ഏതൊക്കെ ഡേറ്റിലാണെന്ന് ഇവിടെ കൃത്യമായിട്ട് അറിയാം. അതായത് 13/12, 14/12, 15/12, 16/12, 20/12, 23/12, 24/12 ഈ ഡേറ്റുകളിലെ ഫയലുകൾ കൂടി കൊടുക്കാം. ഓക്കെ, അതും കൂടി ഞാൻ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് ഇതും കൂടി അനലൈസ് ചെയ്യാൻ നമുക്ക് ജെമിനിയോട് പറയാം. ജെമിനി, ഈ ഫയലുകൾ കൂടി ഒന്ന് അനലൈസ് ചെയ്യൂ. അപ്പോൾ കുറച്ചും കൂടി വ്യക്തത കിട്ടുമല്ലോ കാര്യങ്ങൾക്ക്. അതിനുശേഷം റിപ്പോർട്ട് തരൂ. ഓക്കെ, ഞാനിപ്പോൾ അത്രയും ഫയലുകൾ കൂടി ഇവിടെ ലൈവായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ ജെമിനി പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ജെമിനി ഇവിടെ ആ തന്ന ഫയലുകൾ കൂടി അനലൈസ് ചെയ്യാണ്. ഇവിടെ സമയം എടുക്കുന്നത് നമുക്ക് കാണാം, എത്ര സെക്കൻഡ് എടുക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ 21 സെക്കൻഡായി, 22 സെക്കൻഡ്. ഓക്കെ, പുതിയതായി നോക്കുമ്പോൾ പരിശോധിച്ചപ്പോൾ ഈ പ്രോഗ്രാമിന്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവകരമായ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. വ്യക്തികളെ അവരുടെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാനസികമായി അകറ്റുന്നതിനും സൈക്കോളജിക്കൽ അലിനേഷൻ ചെയ്യുന്നതിനും ചിന്താശേഷിയെ നിയന്ത്രിക്കുന്നതിനും തോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്ന വ്യക്തമായ തന്ത്രങ്ങൾ ഇതിൽ കാണാം. കൂടുതൽ വ്യക്തതയ്ക്കായി താഴെ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിക്കുക. കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഡിറ്റാച്ച്മെന്റ്, ഇമോഷണൽ ഐസൊലേഷൻ. നേരത്തെ കണ്ടതിനേക്കാൾ തീവ്രമായ രീതിയിൽ കുടുംബ ബന്ധങ്ങളെ ഒരു ലോക്ക് അല്ലെങ്കിൽ തടവറയായി ഇദ്ദേഹം ചിത്രീകരിക്കുന്നു. മക്കളോടുള്ള നിലപാട്. നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്, പക്ഷേ ബന്ധനമില്ല. എന്തെങ്കിലും കേസിൽ പോയി പെട്ടാൽ എന്നെ വിളിക്കരുത് എന്ന് മക്കളോട് പറയണമെന്ന് ഇദ്ദേഹം ഉപദേശിക്കുന്നു. വീഡിയോ 219.
ഇത് സ്വാഭാവികമായ കുടുംബ സുരക്ഷാ ബോധത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. സ്നേഹം ഒരു കരാറാണ്, അതായത് കോൺട്രാക്ട്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹത്തെ വെറും വൈകാരിക ആവശ്യങ്ങൾക്കുള്ള കരാറായാണ് ഇദ്ദേഹം തരം താഴ്ത്തുന്നത്. വീഡിയോ 220. മക്കളെ പിരിമുറുക്കമായി കാണുക. മക്കൾ അടുത്തിരിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ഒരു അനുഭൂതി, ഇമോഷൻ മാത്രമാണെന്നും അത് സത്യമല്ലെന്നും ഇദ്ദേഹം വാദിക്കുന്നു. വീഡിയോ 228. ഇത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെ ദുർബലപ്പെടുത്താൻ സഹായിക്കും. ഭൗതികമായ ഒറ്റപ്പെടുത്തൽ. തന്റെ അറിവ് മാത്രമാണ് ഏറ്റവും ഉന്നതമാണെന്ന് വരുത്തി തീർക്കാൻ മറ്റെല്ലാ വിജ്ഞാന ശാഖകളെയും ഇദ്ദേഹം തള്ളിക്കളയുന്നു. വിദ്യാഭ്യാസത്തെ പരിഹസിക്കുന്നു. മറ്റ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ, സൈക്കോളജി, മതപഠനം എന്നിവയെല്ലാം 10ാം ക്ലാസ്സിന് താഴെയുള്ള അറിവ് മാത്രമാണെന്നും താൻ പഠിപ്പിക്കുന്നത് PG, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലാണെന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നു. വീഡിയോ 219. ലോജിക്ക് ഉപേക്ഷിക്കുവാൻ പറയുന്നു. എല്ലാ ലോജിക്കും ബുദ്ധിയും വിടണം എന്ന് ആവർത്തിക്കുന്നത് അനുയായികളുടെ ചോദ്യം ചെയ്യാനുള്ള കഴിവിനെ ഇല്ലാതാക്കാനാണ്. ഒന്നും അറിയില്ല എന്ന് പറയുന്നിടത്താണ് സത്യം എന്ന വാദം അനുയായികളെ ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ പൂർണ്ണമായും ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നു. വീഡിയോ 228. നമ്മൾ VS മറ്റുള്ളവർ. പുറലോകം മുഴുവൻ വഞ്ചനയാണെന്ന് ചിന്ത ഇദ്ദേഹം വളർത്തുന്നു. സമൂഹത്തെക്കുറിച്ചുള്ള ഭീതി. സമൂഹം നിങ്ങളുടെ മനസ്സിലേക്കിട്ട മാലിന്യമാണ് നിങ്ങൾ ചിന്തിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങൾ എന്ന് പറയുന്നതിലൂടെ പുറത്തുള്ളവരുമായി ഇടപഴകുന്നത് അപകടകരമാണെന്ന് ചിന്തയുണ്ടാക്കുന്നു. ചതിയുടെ ലോകം മുഴുവൻ വഞ്ചനയാണെന്നും എല്ലാവരും മുഖംമൂടി അണിഞ്ഞാണ് നടക്കുന്നതെന്നും ഇദ്ദേഹം പറയുന്നു. ഇത് അനുയായികളിൽ ഒരു തരം പരനോയിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിശ്വാസം വളർത്തുവാൻ കാരണമാകും. നിഗൂഢതയും അവസാന അവസരവും. ലാസ്റ്റ് ബസ് തന്ത്രം. തന്റെ ക്ലാസ്സുകളെ അന്വേഷകർക്കുള്ള ലാസ്റ്റ് ബസ് എന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. വീഡിയോ 220. ഇതിൽ നഷ്ടപ്പെടുമോ എന്ന ഭയം, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അനുയായികളെ ഇതിൽ കെട്ടിയിടാൻ സഹായിക്കും. രഹസ്യ സിസ്റ്റം. ലോകം മുഴുവൻ ഒരു രഹസ്യ സിസ്റ്റത്തിന്റെ ഡീപ് സ്റ്റേറ്റ്, ഇല്ലുമിനാറ്റി പോലുള്ള സൂചനകൾ കീഴിലാണെന്നും താൻ മാത്രമാണ് മോചനമാർഗം നൽകുന്നതെന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നു. വീഡിയോ 218. ഗുരു എന്ന പദവിയെ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നു. താൻ ഗുരുവാണെന്ന് നിഷേധിക്കുമ്പോഴും ഈ സീറ്റ് അത്ര എളുപ്പമല്ല, നിങ്ങൾ റെഡിയായപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നതാണ് എന്നിങ്ങനെയുള്ള പ്രസ്താവനകളിലൂടെ താനൊരു അമാനുഷിക നിയോഗമുള്ള വ്യക്തിയാണെന്ന് ഇദ്ദേഹം സ്ഥാപിക്കുന്നു. നിഗമനം. ഈ ഫയലുകൾ വിശകലനം ചെയ്യുമ്പോൾ ബൈറ്റ്, കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ബൈറ്റ് എന്ന കൾട്ട് വിശകലന രീതിയിലെ പല ലക്ഷണങ്ങളും ഇതിൽ പ്രകടമാണ്. ബിഹേവിയർ കൺട്രോൾ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. ബിഹേവിയർ കൺട്രോൾ, ഇൻഫർമേഷൻ കൺട്രോൾ, തോട്ട്സ് കൺട്രോൾ, ഇമോഷൻ കൺട്രോൾ എന്നിങ്ങനെ ഈ 4 കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ചുരുക്കത്തിൽ വ്യക്തികളെ അവരുടെ സ്വാഭാവിക ബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രമായ ചിന്തകളിൽ നിന്നും മാനസികമായി ഒറ്റപ്പെടുത്തുന്ന സ്വഭാവം ഈ ക്ലാസ്സുകളിൽ പ്രകടമാണ്. ഇതൊരു വ്യക്തിയുടെ സാമൂഹിക ജീവിതത്തെയും കുടുംബ ബന്ധങ്ങളെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇതൊരു സൈക്കോളജിക്കൽ കൾട്ട് സ്വഭാവത്തിലേക്ക് നീങ്ങുന്ന ഒന്നായി സംശയിക്കാം. ഇത്തരം ക്ലാസ്സുകളെ ജാഗ്രതയോടെ സമീപിക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു 12 മിനിറ്റ്, ഈ ഒരു 15 മിനിറ്റ് കൊണ്ട് SM എന്ന വ്യക്തി നടത്തുന്ന ക്ലാസ്സുകളുടെ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അതും ഈ വർഷത്തിൽ പോലും അയാൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും സംസാരിക്കുന്നത് നിങ്ങളുടെ ഡിറ്റാച്ച്മെന്റുകളെ കുറിച്ചിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.